നമസ്കാരം. ചാമ്പ്യൻ ടീമിൻ്റെ കളിയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഈജിപ്തിനോടുള്ള അർജൻറ്റീനയുടെ ഈ പ്രീ ക്വാർട്ടർ മത്സരം, ഇന്ന് അവസാനിച്ച പ്രീ ക്വാർട്ടർ മത്സരം അമ്മാതിരി കളിയാണ് നമുക്ക് തന്നത്. അർജൻറ്റീനയല്ല ഗർജൻറ്റീനയാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് അവരുടെ കളിയുടെ തിരിച്ചുവരവ്, വീണെടുത്ത് നിന്ന് ഉയർത്ത് വരുന്ന വരവ് കണ്ടപ്പോൾ തോന്നി. എപ്പോൾ വേണമെങ്കിലും ആർക്കെതിരെയും ജയിക്കാവുന്ന ടീമുകൾ അധികം ഉണ്ടാവാറില്ല. കളിയുടെ എല്ലാ സൗന്ദര്യങ്ങളും ആസ്വാദ്യതയുടെ എല്ലാ വിഭവവും ചേരുവകളാക്കിക്കൊണ്ടുള്ള ഒരു ഉഗ്രം കളി അതാണ് കണ്ടത്. പ്രീ ക്വാർട്ടർ 2 ഗോളിന് പിന്നിട്ട് നിന്ന ഒരു ടീം ഒടുക്കം വരെ എത്തി. ഇനി തോറ്റു എന്ന് കരുതി സങ്കടക്കാർ കരഞ്ഞു, പ്രതീക്ഷക്കാർ കിട്ടിയെന്ന് വെച്ച് കാത്തിരുന്നു. ഈജിപ്തിൻ്റെ ജയം, അത്യപൂർവമായ മുന്നേറ്റം, അതിൻ്റെ രസം ആസ്വദിക്കാൻ പിന്നെ ഒരു കൂട്ടരും ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് വെറും 11 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ പിന്നിട്ട് നിന്ന 2 ഗോളും തിരിച്ചടിച്ച് ഇഞ്ചുറി ടൈമിൽ 3ാമത്തെ ഗോളും അടിച്ച് ജയിച്ചിട്ടുള്ള ആ തിരിച്ചുവരവുണ്ടല്ലോ, അർജൻറ്റീനയുടെ ആ തിരിച്ചുവരവ്, അത് ഫുട്ബോളിൻ്റെ അപ്രവചനീയതയുടെ ഗംഭീര അനുഭവമായി മാറി. ഈ ലോകകപ്പിൽ ഇത്രത്തോളം ആകാംക്ഷമുറ്റിയ ഒരു മത്സരം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അർജൻറ്റീന ജയിക്കുകയായിരുന്നു. ഈജിപ്ത് നോക്കൗട്ടിലെ ആദ്യ ജയവും കടന്ന് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ച് വിജയസമാനമായൊരു പരാജയം ഏറ്റുവാങ്ങി ചരിത്രം രചിച്ചാണ് മടങ്ങുന്നത്. ഈ ഗംഭീര കളി മൊത്തത്തിൽ എങ്ങനെയെന്ന് നോക്കിയാൽ നമ്മൾ അന്തം വിട്ടുപോകും. തുടക്കത്തിൽ കാര്യമായ പ്രതീക്ഷകളൊന്നും നൽകാതെ മുന്നോട്ട് പോയൊരു മത്സരം. എന്നാൽ പോകെ അർജൻറ്റീനയുടെ പതിഞ്ഞ കളിക്ക് മേൽ ഈജിപ്ത് ആധിപത്യം നേടുന്നത് കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. ഇത് ഏത് അർജൻറ്റീന എന്ന് വിചാരിച്ചു, ഏത് മെസ്സി, ഏത് ചാമ്പ്യൻ ടീം എന്ന് നമ്മളൊക്കെ വിചാരിച്ചു പോകും. അതിനുമപ്പുറം മനോഹരമായി ഈജിപ്ത് കളിച്ചു തുടങ്ങിയപ്പോൾ ഇവർ കൊള്ളാലോ എന്ന ഇഷ്ടത്തിലുമായി. മുഹമ്മദ് സല അടക്കം ലിവർപൂളിൽ കളിക്കുന്ന പ്രിയങ്കരർ അണിനിരന്നൊരു മത്സരമാണ്. സലയുടെ വേഗതയിലുള്ള നീക്കം, അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ചിരി, നല്ല രസമാണ്. മൂപ്പരുടെ ഒരു ബോൾ എടുത്ത് മുന്നോട്ട് പോയി അത് അവസാനിക്കുന്നതുവരെയുള്ള ആ പോയിന്റ് നല്ല രസമാണ്. അങ്ങനെ ഇരിക്കുകയാണ് 15ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിമിൻ്റെ ഒരു ഗംഭീര ഗോൾ, ഹെഡർ, അർജൻറ്റീനയുടെ ഉള്ളു പിളർന്ന് വലയിലേക്ക്. പിന്നാലെ 21ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി, ടാഗ്ലിഫിക്കോയെ ഹസൻ പെനാൽറ്റി ബോക്സിൽ ഫൗൾ ചെയ്തതിന് ഈജിപ്തിന് കിട്ടിയ ശിക്ഷ. ഈജിപ്തിന് കയ്യിൽ നിന്ന് പോയി എന്ന് ഞാൻ വിചാരിച്ചാണ്. എന്നാൽ കിക്കെടുത്തത് മെസ്സിയാണ്. ഈ ലോകകപ്പിലെ വമ്പൻ റെക്കോർഡുകൾക്ക് പിന്നാലെ 2 പെനാൽറ്റി പാഴാക്കിയ റെക്കോർഡിനായുള്ള ഒരു അടിയായിരുന്നു മെസ്സി അടിച്ചത്. മെസ്സിയുടെ ഷോട്ട് ഈജിപ്തിൻ്റെ ഗോളി മുസ്തഫ ഷൊബൈർ ഗംഭീരമായി തട്ടിക്കളഞ്ഞു. മുസ്തഫ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ ഈജിപ്തിന് വേണ്ടി ഈ മത്സരത്തിലെ പെർഫോമൻസ്. ആദ്യം ഈജിപ്ത് നീണ്ട നേരം മുന്നിൽ നിൽക്കാൻ കാരണം മുസ്തഫയുടെ സേവുകൾ കൂടിയായിരുന്നു. അല്ലെങ്കിൽ ഒരു 3 ഗോളെങ്കിലും ഈജിപ്തിന് മേൽ വീണേലെ. മെസ്സിയുടെ ഗംഭീര ഷോട്ടുകൾ പോലും മുസ്തഫ തടഞ്ഞിടുന്നത് കണ്ട് അർജൻറ്റീനക്കാർ തലയിൽ കൈവച്ചു. ഇമാതിരി ഷോട്ടുകളെ പ്രതിരോധിക്കാൻ ഈജിപ്ത് ഒരു കോട്ട തന്നെ അത് കൂടാതെ പലപ്പോഴും അവിടെ തീർത്തു. 28ാം മിനിറ്റിൽ മാക്കലിസ്റ്ററുടെ ഗോൾ എന്നുറപ്പിച്ചൊരു ഹെഡർ ഷൊബൈർ രക്ഷിച്ചു. 31ാം മിനിറ്റിൽ മെസ്സിയുടെ ഫ്രീ കിക്ക് പോസ്റ്റിലിടിച്ച് പാഴായി. 39ാം മിനിറ്റിൽ അൽവാരസിൻ്റെ ഷോട്ട് മുസ്തഫ രക്ഷിച്ചു. നേരത്തെ പെനാൽറ്റി ഞാൻ പറഞ്ഞില്ലേ, അത് വേറെ. അങ്ങനെ ചറവറാന്ന് ഗോളിയും പ്രതിരോധ കോട്ടയും അർജൻറ്റീനയെ തടുത്തു. പിന്നെ ബ്രേക്ക് കഴിഞ്ഞെത്തുമ്പോൾ വേറൊരു അർജൻറ്റീന വരും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ഞാനും വിചാരിച്ചു. ഈജിപ്ത് മെല്ലെ ദുർബലമാകുന്നത് പക്ഷേ കണ്ടു. ഒരു ഗോളും വെച്ച് അവസാനം വരെ പോകാനാണോ പരിപാടി എന്ന് വരെ ചിലപ്പോഴൊക്കെ തോന്നി. അർജൻറ്റീനയുടെ ശ്രമങ്ങൾ കാര്യമായി കണ്ടു തുടങ്ങി മെല്ലെ. എന്നാൽ വിജയത്തിലേക്ക് എത്തുന്നതിൻ്റെ ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. 58ാം മിനിറ്റിൽ അർജൻറ്റീനയെ ഞെട്ടിച്ച് ഈജിപ്ത് 2ാമതും വലകുലുക്കി. പൂരം വാർ പരിശോധനയിൽ ഗോളിലേക്ക് നയിച്ച പാസിൻ്റെ തുടക്കത്തിൽ ഫൗൾ കണ്ടെത്തിയതിനെ തുടർന്ന് പക്ഷേ അത് ഗോളാക്കി അനുവദിച്ചില്ല. എന്നാൽ അതുകൊണ്ടൊന്നും ഈജിപ്ത് പിന്മാറിയില്ല. 67ാം മിനിറ്റിൽ മുസ്തഫ സിക്കോ 2ാം ഗോൾ നേടി. അർജൻറ്റീന തീർന്നു എന്ന് തന്നെ ഞാനും കരുതി, എല്ലാവരും കരുതിയിട്ടുണ്ടാവുമായിരിക്കും. കാരണം ഇനി സമയമൊന്നുമില്ലല്ലോ, കളി കഴിയാൻ 20-ൽ താഴെ മിനിറ്റാണ്. ഇനി എന്ത് സംഭവിക്കാനാണ്? 3 ഗോൾ അടിക്കണം, 2 ഉള്ളത് അടിക്കണം, എന്നിട്ട് ഡ്രോ ആക്കണം, പിന്നൊന്നും കൂടി അടിക്കണമല്ലോ. ഈജിപ്തിനെ അടിക്കാതിരിക്കാൻ അതിൻ്റെ ഇടയിൽ തടയും വേണം. എന്നാൽ പിന്നീട് അർജൻറ്റീനയുടെ തനി സ്വരൂപം പിറന്നത് പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. കുറഞ്ഞ മിനിറ്റുകൾ കടന്നാക്രമണം തുടങ്ങി അർജൻറ്റീന. ഈജിപ്തിൻ്റെ ഗോൾ മുഖം അതുവരെയുണ്ടായ പ്രതിരോധ കോട്ടകൾക്ക് മുന്നിൽ വിറച്ചു. കോട്ടകൾ തകർത്ത അർജൻറ്റീന മുന്നേറി. തുടർച്ചയായ ആക്രമണങ്ങൾ. ഒടുവിൽ 79ാം മിനിറ്റിൽ മെസ്സി അളന്നു മുറിച്ചു കൊടുത്ത പന്തിൽ തലവെച്ച് ക്രിസ്റ്റ്യൻ റൊമേറോ ഗോൾ മടക്കി. 1ാമത്തെ ഗോൾ. അർജൻറ്റീന 1, ഈജിപ്ത് 2. എത്രാമത്തെ മിനിറ്റില്ല? 71ാമത്തെ മിനിറ്റ്. കളി എത്രയാ? 90 മിനിറ്റ്. പിന്നെ ഇഞ്ചുറി ടൈം വേറെ ഉണ്ടാവും. ഒന്നും കൂടി അടിച്ചാൽ സമനിലയാക്കാം. പക്ഷേ 71ാമത്തെ മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എത്ര മിനിറ്റ് ഉണ്ട്? ഈ ഗോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇനി ഒരു ഗോളും കൂടി അടിക്കണം, സമനിലയാക്കണം, എന്നിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് കടത്താം. ഇത് ഒരു പ്രതീക്ഷയായിട്ട് ആളുകളുടെ മുന്നിലേക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരത്തിന് കിട്ടി. എന്നാൽ ഞെട്ടിച്ചതൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് 4 മിനിറ്റ് ഇങ്ങനെ പിന്നിടുമ്പോൾ 83ാം മിനിറ്റിൽ മെസ്സിയുടെ അടുത്ത ഗോൾ. 2-2 ഡ്രോ. മെസ്സിയുടെ 8ാമത്തെ ഗോൾ. എംബാപ്പയെയും ഹാലണ്ടിനെയും മറികടന്ന കൂടുതൽ ഗോൾ നേടുന്ന, ഈ ലോകകപ്പിൽ കൂടുതൽ ഗോൾ നേടുന്ന ആളായി മെസ്സി ആ ഒറ്റ ഗോളോടെ. ലോകകപ്പിലാകെയായി മെസ്സിയുടെ 21ാമത്തെ ഗോളും.
അങ്ങനെ മെസ്സിയുടെ ഗോളോടെ 2-2 മത്സരം. ഇനി എക്സ്ട്രാ ടൈം ആയിരിക്കും. ഇനിയിപ്പോൾ സമയമൊന്നുമില്ലല്ലോ, ആകെ 2-3 മിനിറ്റല്ലേ ഉണ്ടാവും. എക്സ്ട്രാ ടൈം ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കെ ഇഞ്ചുറി ടൈമിൻ്റെ 3-ാം മിനിറ്റിൽ ഈജിപ്തിൻ്റെ ഹൃദയം പിളർന്ന് എൻസോ ഫെർണാണ്ടസ് ഹെഡറിലൂടെ മറ്റൊരു ഗോൾ. ലൗട്ടാറോ മാർട്ടിനസിൻ്റെ സൃഷ്ടിയായിരുന്നു ആ ഗോൾ. അങ്ങനെ 3-2 അർജൻറ്റീന മുന്നിൽ. ഈജിപ്തിന് മുന്നിലോ ആകെ മിനിറ്റുകൾ മാത്രം. ഇതിനിടയിൽ തിരിച്ചു ഗോളടിക്കണം. മിനിമം ഡ്രോ ആണെങ്കിൽ ഒരു ഗോളെങ്കിലും അടക്കണം. ആകപ്പാടെ കളിയുടെ തുടക്കം ഒടുക്കത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ആൻറ്റി ക്ലൈമാക്സിലേക്ക് മാറുന്ന അസാധാരണ കളി. ഈജിപ്തിൻ്റെ നെഞ്ച് തകർന്ന കളി. അതുവരെ സഹിഷ്ണുതയോടെ ഇരുന്ന ഈജിപ്തിൻ്റെ കരയിലിരിക്കുന്നവർ, വമ്പന്മാരും മാനേജർമാരും ഒക്കെ കളിയിൽ ഇടപെട്ട് തുടങ്ങി, ചീത്ത വിളിക്കാൻ തുടങ്ങി, റഫറിമാരെ ചീത്ത വിളിക്കാനൊക്കെ തുടങ്ങി. ഒടുക്കം കോച്ചിനടക്കം യെല്ലോ കാർഡും കിട്ടി ഇമാതിരി ഇടപെടുന്നതിൻ്റെ പേരിൽ. കളി അവസാനിക്കുമ്പോൾ ചാമ്പ്യൻ അർജൻറ്റീന പ്രഖ്യാപിച്ചത് ഏത് ആഴത്തിലേക്ക് പതിച്ചാലും സംയമനത്തോടെ കരകയറി ജയിക്കാൻ നമുക്ക് കെൽപ്പുണ്ട് എന്നാണ്. കളി അവസാനിക്കാൻ 20 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ തോറ്റു വീണു എന്ന് കരുതിയെടുത്തു നിന്നാണ് 3 ഗോൾ തിരിച്ചടിച്ച് ഈ വിജയം. അസാധാരണ എന്നല്ലാതെ എന്താണ് പറയുക. ചാമ്പ്യൻ ടീമുകളുടെ പ്രകടനം, ലെജൻസ് ഓൾവേസ് ലെജൻസ് എന്ന് പറയാറില്ലേ, അതിൻ്റെ കളിയുടെ സ്റ്റാറ്റസ് നോക്കുമ്പം അതിൻ്റെ ഒരു കളിയുടെ മുന്നേറ്റവും നീക്കവും ഒക്കെ കാണാം. ഫിനിഷിങ്ങിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ പിന്നീട് പരിശോധിക്കേണ്ടതുണ്ട്. ടീം സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അവസാന ഘട്ടത്തിലെ മുന്നേറ്റം അർജൻറ്റീനയുടെ മൊത്തത്തിലുള്ള മികവിന് കാരണമായതായി നമുക്ക് മനസ്സിലാവും. ഷോട്ട്സ് 17 എണ്ണമാണ് അർജൻറ്റീന അടിച്ചത്, 4 എണ്ണം മാത്രമാണ് ഈജിപ്ത്. ഷോട്ട്സ് ഓൺ ടാർജറ്റിലേക്കുള്ള ഷോട്ട് 7 എണ്ണം അർജൻറ്റീന അടിച്ചു, 2 എണ്ണം മാത്രമാണ് ഈജിപ്ത് അടിച്ചത്. പൊസഷൻ 61% അർജൻറ്റീനയുടേത്, 39% മാത്രമാണ് ഈജിപ്തിൻ്റേത്. പാസുകൾ 599 പാസുകളാണ് അർജൻറ്റീനയുടേത്, 337 മാത്രമാണ് ഈജിപ്തിൻ്റേത്. പാസിന് അക്യുറസി 91% അർജൻറ്റീനയ്ക്ക്, 83% ഈജിപ്തിൻ്റേത്. ഫൗൾസ് 13 എണ്ണം അർജൻറ്റീന, 10 എണ്ണം ഈജിപ്ത്, കുറവാണ് ഫൗൾസ്. യെല്ലോ കാർഡ്സ് 4 എണ്ണം ഈജിപ്തിന് കിട്ടി. അത് അവസാനത്തെ റഫറിയെ ചെയ്തൊളിച്ചുകൊണ്ടുള്ള ഇടപെടലിൻ്റെ ഒക്കെ കാരണം കൊണ്ട് കിട്ടിയതാണ്. കൈവിട്ട് പോയ കളി, ജയിച്ചു എന്ന് കണ്ട കളി കൈവിട്ടപ്പം എല്ലാവർക്കും സഹിഷ്ണുതയൊക്കെ പോയി. ഈജിപ്തിൻ്റെ വേദിയിരിക്കുന്നവർക്കും ചില കളിക്കാർക്കൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് കിട്ടിയ കാർഡുകളാണ്. റെഡ് കാർഡ് ഇല്ല. ഓഫ് സൈഡ് 3 എണ്ണം അർജൻറ്റീനയ്ക്ക്, ഈജിപ്തിനില്ല. കോർണർ 6 എണ്ണം അർജൻറ്റീനയ്ക്ക്, 1 ഈജിപ്തിന്. ഇതാണ് ടീം സ്റ്റാറ്റസ്. എന്തായാലും ലൂക്ക മോഡ്രിച്ചും നെയ്മറും ക്രിസ്ത്യാനോ റൊണാൾഡോയും അടക്കമുള്ള ലെജൻസുകൾ ഒന്നാകെ കരഞ്ഞുമടങ്ങിയ ലോകകപ്പിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലും മണിക്കൂറുകളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ക്വാർട്ടറിലേക്ക് ടീമിനെ നയിച്ച് മെസ്സി ഇവിടെ വിജയിച്ച് കരയുന്ന കാഴ്ച കണ്ടു. മെസ്സിയും കരഞ്ഞു. പക്ഷേ അത് കൈവിട്ടുപോയ കളിയെ തിരിച്ചു പിടിച്ചതിൻ്റെ ആഹ്ലാദ കണ്ണീരായിരുന്നു. അത്ഭുതകരമായ തിരിച്ചുവരവിൻ്റെ, വീണെടുത്ത് പതറിപ്പോകാതെ കളിച്ച് കളി തിരിച്ചു പിടിച്ചവൻ്റെ കണ്ണീർ. അപ്പുറത്ത് ഈജിപ്ത് നമ്മുടെ ഇഷ്ടം കവർന്നു കളയുന്ന കളി കളിച്ചു. ലിവർപൂളിലെ തൻ്റെ കാലയളവ് അവസാനിപ്പിച്ച് മടങ്ങുന്ന മുഹമ്മദ് സലയാണ് ലോകകപ്പിലേക്ക് ഈജിപ്തിന് വേണ്ടി എത്തിയത്. ഇനി എങ്ങോട്ടാണ് ക്ലബ്ബ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഊണിലും ഉറക്കത്തിലും കഴിഞ്ഞ 4 വർഷത്തോളം കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവനിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ എതിരായി കളിച്ച മക്കലിസ്റ്റർ സലായും കൂടി ജേഴ്സി ഒടുവിൽ കൈമാറി സ്നേഹം പങ്കിടുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഉള്ളും നിറയും. സലായുടെ ചിറകിലേറി ഈജിപ്ത് ഒരുപാട് മുന്നേറി. അർജൻറ്റീനയെ പോലൊരു ടീമിനോട് അവർ പുറത്തെടുത്ത ഗംഭീര കളിയായിരുന്നു. കഴിഞ്ഞ കളിയിൽ കേപ്പ് വെർദയോട് എന്ന പോലെ അത്രയധികം ബുദ്ധിമുട്ടിയില്ലെങ്കിലും സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ ഈജിപ്ത് അർജൻറ്റീനയെ പേടിപ്പിച്ചു. അവസാനത്തെ നിമിഷങ്ങൾ നിർണായകമായിരുന്നു. അൽവാരസിനെ പിൻവലിച്ച് ലൗട്ടാറോ മാർട്ടിനസിനെ സ്കലോണി ഇറക്കിയത് അർജൻറ്റീനയ്ക്ക് കളി മാറ്റിമറിക്കാനുള്ള കാരണമായി. ഒരു ഗോൾ നേരിട്ട് സൃഷ്ടിച്ചതും പിന്നീടെത്തിയ ലൗട്ടാറോ ആണ്. അപ്പോഴും മെസ്സിയെ കേന്ദ്രീകരിച്ചാണ് അർജൻറ്റീന മുന്നേറിയത് എന്നുണ്ട്. തുടക്കത്തിൽ മെസ്സിയുടേത് കൈവിട്ട കളിയായിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മെസ്സിയെ ആയിരുന്നില്ല ഈ കളിയുടെ അവസാനത്തെ 20 മിനിറ്റിലേക്ക് കടക്കുന്നത് വരെയുള്ള മെസ്സി. പ്രത്യാക്രമണം ആരംഭിച്ചപ്പോഴാണ് ശരിക്കുള്ള അർജൻറ്റീനയും മെസ്സിയും നമ്മുടെ മുമ്പിൽ അവതരിച്ചത്. എന്തായാലും കളിച്ച് ജയിച്ച് അർജൻറ്റീന മടങ്ങുമ്പോൾ ഈജിപ്തിൻ്റെ മികച്ച പ്രകടനം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നുണ്ട്. ഈ കാലത്തിനിടയിൽ 3 തവണയാണ് ഈജിപ്ത് ലോകകപ്പിലേക്ക് പ്രവേശനം നേടുന്നത്. ലോകകപ്പിൽ നോക്കൌട്ട് റൗണ്ടിൽ കടന്നത് ഈ തവണ ആദ്യമായി. മുഹമ്മദ് സലയെയും സീക്കോയെയും യാസർ ഇബ്രാഹിമിനെയും ഒക്കെ പോലെ ലോകോത്തരായ കളിക്കാർ അവർക്കുണ്ട്. സലായൊക്കെ ലിവർപൂളിൽ പൂണ്ട് വിളയാടുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ലോകോത്തര താരമാണ്. പക്ഷേ ഈജിപ്തിന് ലോകകപ്പ് അസുലഭമാണ്. ഇത്തവണ നോക്കൌട്ടിലെ ആദ്യ ജയവും കടന്ന് പ്രീ ക്വാർട്ടറിൽ നിന്ന് പുറത്താകുമ്പോൾ അഭിമാനത്തോടെ തലയുയർത്തി അവർക്ക് മടങ്ങാം. ചാമ്പ്യൻ ടീമിനെ വിറപ്പിച്ചതിൻ്റെ പകിട്ടും ഒപ്പമുണ്ട്. അർജൻറ്റീനയുടെ കിടിലൻ തിരിച്ചുവരവിലൂടെ ഏത് പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തിയാലും തിരിച്ചു വരാൻ കെൽപ്പുള്ളവരാണ് നമ്മൾ എന്ന പ്രഖ്യാപനവും അപ്പുറത്തുണ്ട്. ഒരു ഗംഭീര അനുഭവമാക്കി തീർത്ത കളിയാണ്. ഈജിപ്തിനോടും അർജൻറ്റീനയോടും ഇമാതിരി ഒരു കളി കാണാൻ അവസരം നൽകിയതിൽ നമ്മളൊക്കെ കടപ്പെട്ടിരിക്കുന്നു. മെസ്സിപ്പടയുടെ ഭാവി എന്തായിരിക്കുമെന്ന് ക്വാർട്ടറിൽ കാണാം. നന്ദി, നമസ്കാരം.